Hi dear friends, good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്റ്റർ ഫംഗ്ഷൻസിന്റെ ഡിഫറൻഷിയേഷനും അതിന്റെ ജിയോമെട്രിക്കൽ ഇന്റർപ്രിറ്റേഷനും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് വെക്റ്റർ ഫംഗ്ഷന്റെ ഡിഫറൻഷിയേഷന്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനൊരു വെക്റ്റർ ഫംഗ്ഷൻ എടുത്തു. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സാധാരണ വെക്റ്റർ ഫംഗ്ഷൻ ആകുമ്പോൾ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നുള്ള രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇതിനെ വെക്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്തതാണ് അയാൾ നമ്മൾ കോമ്പണന്റ് ഫോമിലാണെങ്കിൽ എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്നുള്ള രൂപത്തിൽ നമുക്ക് അതിന്റെ കോമ്പണന്റ് ഫോം ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ആർ ഓഫ് ടിനെ വെക്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്തു, കോമ്പണന്റ് ഫോമിലും എക്സ്പ്രസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേറ്റീവ് കാണാൻ ആർ ഡാഷ് ഓഫ് ടി കാണാൻ വെക്റ്റർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമുല പറഞ്ഞു. ഏതൊരു വെക്റ്റർ ഫംഗ്ഷൻ തന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ അതിന്റെ ഓരോ കോമ്പോണന്റ് ഫംഗ്ഷൻസും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ആ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. എഫ് ഡാഷ് ഓഫ് ടി ജി ഡാഷ് ഓഫ് ടി എച്ച് ഡാഷ് ഓഫ് ടി എന്നുള്ള രൂപത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ സാധാരണ റിയൽ വാല്യൂഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് തുടങ്ങി ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് പറയാറുണ്ട് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് തന്നാൽ. അതേപോലെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ തന്നാൽ അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും തേർഡ് ഓർഡർ ഡെറിവേറ്റീവും എല്ലാം എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഗിവൺ ഫംഗ്ഷൻസ് ആയിട്ടുള്ള ഓരോ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെയും സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. എച്ച് ഡബിൾ ഡാഷ് ഓഫ് ടി ജി ഡബിൾ ഡാഷ് ഓഫ് ടി എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി വരും. വാട്ട് അബൌട്ട് ആർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി? ആർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി ജി ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി ജി തേർഡ് ഡെറിവേറ്റീവ് ഓഫ് ഡി എച്ച് തേർഡ് ഡെറിവേറ്റീവ് ഓഫ് ടി ആൻഡ് കണ്ടിന്യൂയിങ് ഓൺ ദിസ് വി ഗെറ്റ് ഓൾ nth ഡെറിവേറ്റീവ് ഫോർ എ ഗിവൺ നമ്പർ n. ഏതെങ്കിലും ഒരു നമ്പർ n തന്നാൽ ആ nth ഓർഡറിലുള്ള ഡെറിവേറ്റീവ് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് വാല്യൂറ്റ് ചെയ്യാം. ആർ ഓഫ് ടി ആയിട്ട് നമ്മൾ ഫംഗ്ഷൻ ആക്കിയിട്ട് എടുക്കുന്നത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 2t ഐ പ്ലസ് 4t ജെ പ്ലസ് ഇ റേസ് ടു ടി കെ. ഇത് വെക്റ്റർ ഫോമിലാണ് തന്നിക്കുന്നത്. അതിനെ കോമ്പോണന്റ് ഫോമിലേക്ക് ആക്കിയാൽ എന്ത് ചെയ്തു? ഫസ്റ്റ് കോമ്പോണന്റ് ടു സ്ക്വയർ മൈനസ് ടി സ്ക്വയർ മൈനസ് 2t വരും. സെക്കൻഡ് കോമ്പോണന്റ് 4t ആൻഡ് തേർഡ് കോമ്പോണന്റ് ഇ റേസ് ടു ടി. Therefore r of t can be written in component form t square minus 2t 4t e power t. ഇയാളാണ് എഫ്, ഇയാൾ ജി, ഇയാൾ എച്ച്. ആർ ഡാഷ് ഓഫ് ടി കാണാൻ എന്ത് ചെയ്താൽ മതി? ഓരോന്നിന്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടി സ്ക്വയറിൻ്റെത് 2t മൈനസ് 2 4t 4 ഇ റേസ് ടു ടിയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ടി തന്നെയാണ്. ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു ടി ഈക്വൽ ടു ഇ റേസ് ടു ടി. Therefore the first derivative is given by 2t minus 2 for e raised to t. Second derivative എന്ത് വരും? r double dash of t. 2t minus 2ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണ് 2. 2നെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 0 വരും. 2tയുടെ ഡെറിവേറ്റീവ് 2, 4ന്റെ ഡെറിവേറ്റീവ് 0, e raised to tയുടെ ഡെറിവേറ്റീവ് e raised to t. And r triple dash of t equal to ഇയാൾ കോൺസ്റ്റന്റ് ആണ് 0. 0 എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് 0, ഇ റേസ് ടു ടിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ടി വരും. ഇനി നമ്മൾ ഏത് nth ഡെറിവേറ്റീവ് എടുത്താലും ഫോർത്ത് എടുത്താലും ഫിഫ്ത്ത് എടുത്താലും ഒക്കെ ഇവിടെ എപ്പോഴും എന്ത് വരും? 0 വരും. ഇവിടെ എപ്പോഴും എന്ത് വരും? ഇ റേസ് ടു ടിയും വരും. Therefore we can conclude that r power n of t equal to 0, 0, e raised to t. ഏതൊക്കെയാണ് എന്നിനുള്ളത്? nth ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവിനല്ല, തേർഡ് ഡെറിവേറ്റീവിന് മുതൽ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പൊ ഈ ഒരു രൂപത്തിൽ ആർ പവർ n ഓഫ് ടി വരെ ഇതിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യാം തേർഡ് ഡെറിവേറ്റീവ് കാണുന്നതോടുകൂടി. അപ്പൊ ഏതൊരു ഫസ്റ്റ് വെക്റ്റർ ഫംഗ്ഷൻ തന്നാലും അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് തുടങ്ങി ഹയർ ഡെറിവേറ്റീവ് കാണാൻ സാധാ പോലെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്യാം.
ആർ ഓഫ് ടി ആയിട്ട് ടി കോസ് ടി മൈനസ് സൈൻ ടി ടി പ്ലസ് കോസ് ടി എന്നുള്ള ഫംഗ്ഷൻ എടുത്തു. കോമ്പോണന്റ് ഫോമിലാണ് തന്നിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ കോമ്പോണന്റ് ഫോം ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി കോസ് ടി മൈനസ് സൈൻ ടി ടി പ്ലസ് കോസ് ടി വിച്ച് ഈസ് ഈക്വൽ ടു ഫൈൻഡ് ആർ ഡാഷ് ഓഫ് ടി. ആർ ഡാഷ് ഓഫ് ടി കാണാൻ ഫസ്റ്റിന്റെ കോമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് കാണണം, സെക്കൻഡ് കോമ്പോണന്റിന്റെ ഡെറിവേറ്റീവും കാണണം. ഇവിടെ ഐ ക്യാപ്പും ജെ ക്യാപ്പിന്റെയും കോമ്പോണൻസേ ഉള്ളൂ, കെ ക്യാപ്പ് ഇല്ല, അതായത് തേർഡ് കോമ്പോണന്റ് ഇല്ല, രണ്ട് കോമ്പോണൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. വാട്ട് അബൌട്ട് ആർ ഡാഷ് ഓഫ് ടി? ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റത്തെ കോമ്പോണന്റിന്റെ ഡെറിവേറ്റീവ്. ഇവിടെ ടി കോസ് ടി എന്നുള്ള രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വണ്ണിന്റെ ഡെറിവേറ്റീവ്, കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് ഓഫ് സൈൻ ടി, ഇനി സെക്കൻഡ് വൺ ഇൻറ്റു പ്ലസ് യു ഇൻറ്റു വി ഡാഷ് ഡി ബൈ ഡി ടി ഓഫ് യു വി കാണാനുള്ള ഫോർമുല യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഡാഷ് ഇൻറ്റു യു. രണ്ടാമത്തെ ഫംഗ്ഷൻ ആദ്യത്തത് ഇൻറ്റു രണ്ടാമത്തിന്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തത് സെക്കൻഡ് വൺ കോസ് ടി ഫസ്റ്റ് വണ്ണിന്റെ ഡെറിവേറ്റീവ്, ടീന്റെ ഡെറിവേറ്റീവ് 1 വരും. ഇത്രയും പാർട്ടിന്റെ ഡെറിവേറ്റീവ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി നമുക്ക് മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. Therefore, it is the derivative of the first component. ഇനി നമുക്ക് ആരെ കാണണം? സെക്കൻഡ് കോമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് കാണണം. ടി പ്ലസ് കോസ് ടിയുടെ ഡെറിവേറ്റീവ്, ടീന്റെ ഡെറിവേറ്റീവ് 1 വരും, കോസ് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ ടി വരും. Therefore, r dash of t is equal to minus t sin t plus cos t minus cos t വരുന്നു, which is equal to minus t sin t, cos t cancel ചെയ്തു, 1 minus sin t. What about r double dash of t? ഇതേപോലെ തന്നെ ഫസ്റ്റത്തത് രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആണ്, ഒന്ന് ടിയും രണ്ടാമത്തത് സൈൻ ടിയും. ഡെറിവേറ്റീവ് കാണുമ്പോൾ മൈനസ് അവിടെ നിൽക്കട്ടെ, മൈനസിനെ ഞാൻ പുറത്തു വെച്ചു. ടി സൈൻ ടിയുടെ ഡെറിവേറ്റീവ്, ടീന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വണ്ണിന്റെ ഡെറിവേറ്റീവ് ടി ഇൻറ്റു കോസ് ടി പ്ലസ് സെക്കൻഡ് വൺ ഇൻറ്റു ഫസ്റ്റ് വണ്ണിന്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് വണ്ണിന്റെ ഡെറിവേറ്റീവ് ടിയുടെ ഡെറിവേറ്റീവ് 1 വരും, കോമ 1 മൈനസ് സൈൻ ടി ഡെറിവേറ്റീവ്, 1ന്റെ ഡെറിവേറ്റീവ് 0, മൈനസ് അവിടെ ഉണ്ടാവും, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ടി. ഈ ഒരു രൂപത്തിൽ നമുക്ക് ഏതൊരു വെക്ടർ ഫംഗ്ഷൻ തന്നാലും അതിന്റെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കാണാം. രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ എൻ ടി ഐ പ്ലസ് ജെ കോമ ടി ഗ്രേറ്റർ ദാൻ 0. r of t is equal to t e raised to t, comma t cube for t cube minus t. Find r dash of t and r double dash of t for the following. രണ്ട് വെക്ടർ ഫംഗ്ഷൻസ് തന്നിരിക്കുന്നു. ആദ്യത്തത് വെക്ടർ ഫോമിലും രണ്ടാമത്തത് കോമ്പണന്റ് ഫോമിലുമാണ് എക്സ്പ്രസ് ചെയ്തത്. വെക്ടർ ഫോമിലുള്ളതിന്റെ ആർ ഡാഷ് ഓഫ് ടിയും കോമ്പണന്റ് ഫോമിൽ ആർ ഡാഷ് ഓഫ് ടിയും ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയും ഫസ്റ്റ് വണ്ണിന്റെയും സെക്കൻഡ് വണ്ണിന്റെയും ക്വസ്റ്റ്യൻസിന്റെ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫംഗ്ഷൻസ് തരാണ്. എക്സ്, എക്സ് സ്ക്വയർ, സൈൻ എക്സ്, സൈൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. സൈൻ ഓഫ് എക്സ് സ്ക്വയറിന് നമ്മൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാറ്. ഈ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് 2 സൈൻ എക്സ് കോസ് എക്സ്. ഇത് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന എല്ലാം ഏകദേശം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ്. നമ്മൾ അതിനൊന്ന് ഡീപ്ലി അനലൈസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എക്സിന്റെ ഡെറിവേറ്റീവ് 1, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, സൈൻ ഓഫ് എക്സ് സ്ക്വയർ അതായത് സൈൻ സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് 2 സൈൻ എക്സ് കോസ് എക്സ്. ഇനി ഞാൻ നിങ്ങൾക്ക്
സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറയുന്നു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, സൈൻ ഓഫ് എക്സ് സ്ക്വയർ അത് സൈൻ സ്ക്വയർ എക്സിനെയാണ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വിളിക്കല്. സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 സൈൻ എക്സും ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണോ അല്ല എന്നുള്ളതാണ് ഇവിടെ ഉള്ളൊരു പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയും ആണ് തെറ്റും ആണെന്ന് നമുക്ക് പ്രസ്താവിക്കാം. കാരണം ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് അല്ലായിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞത് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. ഇവിടെ പറഞ്ഞപ്പോ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഇവിടെ പറഞ്ഞപ്പോ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആയി. അപ്പൊ അതിലൊക്കെ എന്തോ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പ്രശ്നം? ഇവിടെ നമ്മൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 എന്ന് എഴുതുമ്പോൾ നമ്മൾ ഡി ബൈ എന്ന് പറഞ്ഞിട്ടാണ് ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യാറ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണ് ഇവിടെ 1 കിട്ടുന്നത്. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിള്? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സ് എന്നുള്ളൊരു സാധനം ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. എങ്ങനെ? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആണ് എന്ത്? കോസ് എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഇത് നമ്മൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട്, നമ്മൾ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ ഇൻ ടേംസ് ഓഫ് ലിമിറ്റ് ആണ് പറഞ്ഞത്. ആ ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. എന്തോ ആയിക്കോട്ടെ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഇനി എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണെന്ന് പറഞ്ഞപ്പോഴും അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, ഇത് വായിക്കല് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ അതേപോലെ ആരെയാണ് പറയുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് നമ്മൾ പറയുന്നത്. സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഇത് നമുക്ക് എങ്ങനെ കിട്ടിയതെന്നും കൂടി ഒന്ന് പറയാം. എന്തോ ആയിക്കോട്ടെ, ഇത് നമുക്ക് അറിയാവുന്ന റിസൾട്ട് ആണ്. സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1 കിട്ടണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ഞാൻ ചെയ്യേണ്ടി വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഇവിടെ ഏതാണോ വേരിയബിൾ അതേ ആളെന്നെ ഇവിടെ വരികയാണെങ്കിൽ അപ്പൊ എനിക്ക് ഡി ബൈ ഡി ഓഫ് സൈൻ എക്സ് ബൈ ഡി വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ കൊടുത്താൽ മതി? ഡി ബൈ ഡി സൈൻ എക്സ് ഓഫ് എക്സ്. ഇങ്ങനെ എഴുതുക എന്നുള്ളൊരു പ്രശ്നം വന്നാൽ നമ്മൾ സൈൻ എക്സിനെ സം വൈ എന്ന് വിളിക്കുക. സൈൻ എക്സിനെ സം വൈ എന്ന് വിളിച്ചാൽ ഇയാൾ ആരായിട്ട് മാറി? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി സൈൻ എക്സ് ഓഫ് സൈൻ എക്സ് എന്നുള്ളത് എന്തായിട്ട് മാറി? ഡി വൈ ബൈ ഡി വൈ എന്നായിട്ട് മാറി. ഡി വൈ ബൈ ഡി വൈ എന്ന് എഴുതിയ ഇതേപോലെ തന്നെ അല്ലേ? അപ്പൊ ഡി ബൈ ഡി സൈൻ എക്സ് ഓഫ് സൈൻ എക്സ് എഴുതുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന ഇവിടെ എക്സും വൈയും മാത്രമല്ലേ വരുള്ളൂ എന്ന് വെച്ചാല് സൈൻ എക്സിനെ നമുക്ക് സം വൈ എന്നുള്ള നമ്പർ വെച്ചിട്ട് വിളിക്കാം. വൈ എന്നുള്ള വേരിയബിൾ വെച്ചിട്ട് വിളിച്ചാൽ ഡി ബൈ ഡി വൈ ഓഫ് വൈ വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 വരും. അതേപോലെ ഇവിടെ നോക്കും, എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് ആരാ വരുന്നത്? സൈൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഡി ബൈ ഡി സൈൻ എക്സ് തന്നെ അവിടെ കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് ഞാൻ സൈൻ എക്സ് കൊടുത്തു, എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് സൈൻ എക്സ് ഹോൾ സ്ക്വയറും കൊടുത്തു. അപ്പൊ സൈൻ എക്സിനെ സം വൈ എന്ന് വിളിച്ചാൽ എന്തായിട്ട് മാറും? ഡി ബൈ സൈൻ എക്സിനെ നമ്മൾ വൈ എന്ന് വിളിച്ചാൽ ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ വരും, ഈക്വൽ ടു ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ. ഇതേ റിസൾട്ട് പ്രകാരം എന്താണെന്ന് പറയാം? 2y ആണെന്ന് പറയാം. 2y എന്ന് പറഞ്ഞാൽ 2y ആരാ? സൈൻ എക്സ്. അതുകൊണ്ട് നമുക്ക് ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ എന്ന് പറയൽ അവിടെ നിർബന്ധമാണ്. അല്ല വേരിയബിൾ നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേഷൻ അതല്ല എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ എക്സിന്റെ ഡെറിവേറ്റീവ് 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ വേരിയബിൾ ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ഏത് ഡെറിവേറ്റീവ് തന്നെയാണ് നമ്മൾ പറയുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്ത് യൂഷ്വലി നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിനാണ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയാറ്. അപ്പൊ യൂഷ്വലി പറയുന്നതായതുകൊണ്ട് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് വേരിയബിൾ മറ്റൊരു വേരിയബിൾ ആയിരിക്കാം. ഡി ബൈ ഡി വൈ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആരാന്നുള്ളത് അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എക്സ് വേരിയബിൾ ആണെങ്കിൽ അതിനെ ഇൻ ടേംസ് ഓഫ് വൈയിലേക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ എന്ന് പറയൽ അവിടെ ഒരു പ്രശ്നം എടുക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, സൈൻ എക്സിനെയാണ് നമ്മൾ വൈ എന്ന് വിളിച്ചത്. അപ്പൊ ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ എന്തായിട്ട് മാറി? 2y ആയിട്ട് മാറി, 2 സൈൻ എക്സ് ആയിട്ട് മാറി. നമുക്ക് ഇനി ഡി ബൈ ഡി എക്സ് ഓഫ്
സൈൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. ഇവിടെ നമ്മൾ ഡി ബൈ ഡി വൈ ഓഫ് സൈൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, അതായത് ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ ആണ് 2 sin x ആയിട്ട് മാറിയത്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. സൈൻ ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ എന്ത് വിളിച്ചു? സൈൻ എക്സിന് എന്ത് വിളിച്ചു? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സിന് എന്തെന്ന് വിളിച്ചു? വൈ എന്ന് വിളിച്ചു. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ആ പറഞ്ഞ സാധനത്തിന് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഏതിലേ കാണാൻ പറ്റുള്ളൂ? വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ വൈയെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താണ്. ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ചെയ്തു. ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ ആരാ? 2 sin x. ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ വൈ ആരാ? ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ എന്ത് വരും? 2y വരും. വാട്ട് അബൌട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ? വൈനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? സൈൻ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈസ് കോസ് എക്സ്, 2y കോസ് എക്സ് വരും. ആൻഡ് വൈ ഈസ് സൈൻ എക്സ്. ദെയർഫോർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2 sin x into cos x. അപ്പൊ നമ്മൾ ഇവിടെ സൈൻ എക്സ് എന്നുള്ളത് മറ്റൊരു വേരിയബിൾ ആക്കിയിട്ട് എടുക്കുക ചെയ്തത്. ആ വേരിയബിൾ y എന്നുള്ളത് എന്തായിരുന്നു? സം ഫംഗ്ഷൻ ഇൻ എക്സ് ആയിരുന്നു. ഹിയർ y ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് y ഈസ് എ ഫംഗ്ഷൻ ഇൻ എക്സ്. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വേർ എഫ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. എഫ് സൈൻ എക്സ് ആകും. എഫ് എന്നുള്ളത് സൈൻ എക്സ് ആകുമ്പോൾ y എന്നുള്ളത് സൈൻ ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആക്കിയിട്ട് നമുക്ക് കിട്ടി. ഇനി സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളത് കിട്ടാനോ? സൈൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടാൻ 2 ഫംഗ്ഷൻസ് എടുത്താൽ മതി. ഒന്ന് എഫ് ആക്കിയിട്ട് സൈൻ എക്സ് കൊടുക്കാം, ജി ആക്കിയിട്ട് കോസ് എക്സ്, ജി ആക്കിയിട്ട് നമ്മൾ എക്സും ഡിഫൈൻ ചെയ്യാണെന്ന് കരുതാം. ജി ആക്കിയിട്ട് എക്സും ഡിഫൈൻ ചെയ്താൽ എന്ത് വരും? സൈൻ എക്സ് ഹോൾ സ്ക്വയർ കിട്ടണമെങ്കിൽ ഇവര് തമ്മിലും കൂടി കോമ്പോസിഷൻ എടുത്താൽ മതി. ഏത് കോമ്പോസിഷൻ എടുക്കണം? എഫ് കോമ്പോസിറ്റ് ജി എടുത്താൽ എന്താ വരിക? എഫ് ഓഫ് ജി വരും. ജി ആരാ? എക്സ് ആണ്. ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഞാൻ കൊടുത്തു. ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ വരുമ്പോ എഫ് ഓഫ് എക്സ് സ്ക്വയർ വരും. എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ വരും? എഫ് എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിളിനെ എക്സ് ആക്കുക. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. ഇവിടെ ഞാൻ എക്സ് എന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എഴുതാം. ജി എന്ന് സ്പെസിഫിക് ആക്കുകയാണെങ്കിൽ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. എക്സിനെ സൈൻ എക്സ് ആക്കുന്നു. ജി എന്ത് ചെയ്യുന്നു? എക്സിനെ എക്സ് സ്ക്വയർ ആക്കുന്നു. അപ്പൊ ഇയാൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ ആരാണോ അയാളെ സൈനിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എഫ് എന്തായിട്ട് മാറും? സൈൻ എക്സ് സ്ക്വയർ ആക്കിയിട്ട് മാറ്റും. ഇനി ജി ഓഫ് എഫ് ഓഫ് എക്സോ? ജി ഓഫ് എക്സിനെ എഫ് എന്ത് ചെയ്യുന്നു? സൈനിലേക്ക് മാറ്റുന്നു. സൈൻ എക്സ്. ജി ഏതൊരു സാധനത്തിനെയും അതിന്റെ ജി ആരാ? ജി ഉള്ളിലുള്ളത് എന്താണോ അതിന്റെ സ്ക്വയർ ആക്കി മാറ്റുന്നു. ജി ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് എക്സ് സൈൻ എക്സ് സ്ക്വയർ ആണ്. അതാണ് നമ്മുടെ ഇവിടെ ഉള്ള ഗിവൺ ഫംഗ്ഷൻ. അപ്പൊ 2 ഫംഗ്ഷൻസ്, ഒന്ന് എഫ് സൈൻ എക്സും ഒന്ന് ജി എഫ് ഓഫ് എക്സും ആക്കിയിട്ട് എടുത്താൽ നമുക്ക് ഇവിടെ എന്താക്കി ഡിഫൈൻ ചെയ്യാം? സൈൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളത് എക്സിലുള്ള 2 ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ ആണ്. അപ്പൊ കോമ്പോസിഷൻ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ പഠിച്ച മെത്തേഡാണ് ചെയിൻ റൂൾ ഫോർ റിയൽ വാല്യൂഡ് സ്കാലാർ ഫംഗ്ഷൻ. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സ്കാലാർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ആ ചെയിൻ റൂൾ ഒന്ന് ജസ്റ്റ് ചെയ്താം. ചെയിൻ റൂൾ ഫോർ സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻസ്. If f and g are both differentiable and f of x is the composite function defined by f of x is equal to f of g of x, then capital F is differentiable. അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന്റെ 2 ഫംഗ്ഷൻസിന്റെ കോമ്പോസിറ്റ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും.
ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി എഫ് ബൈ ഡി എക്സ് വരും, ഈക്വൽ ടു എഫ് ആരാ, എഫ് ഓഫ് ജി ഓഫ് എക്സ് വിച്ച് ഡി എഫ് ബൈ ഡി എക്സ്, അതിന് ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എഫിന് ഞാൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് നേടി, ഈക്വൽ ടു റിസൾട്ട് പറയുന്നത് ഡി എഫ് ബൈ ഡി ജി ഇൻറ്റു ഡി ജി ബൈ ഡി എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ ഡി എഫ് ബൈ ഡി ജി ഇൻറ്റു ഡി ജി ബൈ ഡി എക്സ്. അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ എഴുതാം, എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എഫ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. And f dash of x is given by f dash of x is equal to f dash of g of x into g dash of x. ഇത് നോക്കി, f dash of g of x, f dash ഇവിടെ നമ്മൾ ആരെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഔട്ടർ ഫംഗ്ഷനെ. ഡിഫറൻഷിയേറ്റ് ഔട്ടർ ഫംഗ്ഷൻ, ഔട്ടർ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ആണ്, ഉള്ളിലുള്ളത് മൊത്തം വേരിയബിൾ ആക്കിയിട്ട് എടുക്കുക ചെയ്യുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇവിടെ വേരിയബിൾ ആരാ, ജി ആണ്. ഇനി ഇയാൾ എന്താ, ഡിഫറൻഷിയേറ്റ് ഇന്നർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ എക്സ്. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു രൂപത്തിൽ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ആര്, ഉള്ളിലുള്ളത് മൊത്തം വേരിയബിൾ ആക്കിയിട്ട് എടുക്കുക, ഡി ബൈ ഡി ജി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് കാണാൻ ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സിനെ ജീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ എക്സ്. ദെർഫോർ ഈ സൈഡിൽ ആരാ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ആണ്, ക്യാപിറ്റൽ എഫ്, ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ആരാ, എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ ഈ രണ്ട് രൂപത്തിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ജി ഓഫ് എഫ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി, where എഫ് ആൻഡ് ജി ആർ ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് തന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ചെയിൻ റൂൾ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒന്ന് നോക്കാം, മെൻഷൻ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ സൈൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളത് രണ്ട് ഫംഗ്ഷൻസ്, ഒന്ന് സൈൻ എക്സും ഒന്ന് കോസ് എക്സും ഒന്ന് എക്സ് സ്ക്വയറും. ഇവരെ രണ്ടാളുടെ കോമ്പോസിറ്റ് ആണ് ഇത് കിട്ടുന്നത്. ഉള്ളിലുള്ളത് ആരായിരിക്കണം, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളത് സൈൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ കിട്ടണം. അപ്പൊ എഫ് എന്താ ചെയ്യുന്നത്, ഉള്ളിലുള്ള ആളെ സ്ക്വയർ ആക്കുന്നു. അപ്പൊ എഫ് ആരായിട്ട് എടുക്കണം, എക്സ് സ്ക്വയർ ആക്കിയിട്ട് എടുക്കുക. ജി ആരാക്കി എടുക്കുക, സൈൻ ഓഫ് എക്സ് ആക്കിയിട്ട് എടുക്കുക. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനെ സൈൻ എക്സ് ആക്കുന്നു, ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ത് വരും, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്, എക്സിനെ സൈൻ എക്സ് ആക്കുന്നു, എഫ് ഓഫ് ജി ഓഫ് എക്സ് സൈൻ എക്സ് ആയിട്ട് മാറും, എഫ് ഓഫ് സൈൻ എക്സ്. എഫ് എന്ത് ചെയ്യുന്നു, ഉള്ളിൽ ആരാണോ അയാളെ സ്ക്വയർ ആക്കുന്നു. അപ്പൊ എഫ് ഓഫ് ഇയാൾ എന്തായിട്ട് മാറും, സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. അപ്പൊ എഫ് എന്നുള്ളത് എക്സ് സ്ക്വയറും ജി എന്നുള്ളത് സൈൻ ഓഫ് എക്സും ആണെങ്കിൽ ഇയാളെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് ജി ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല ഡി ബൈ ഡി ജി ഓഫ് എഫ്. ഡി ബൈ ഡി ജി ഓഫ് എഫ് എന്താ വരിക, ഡി ബൈ ഡി ജി, ജി ആരാ, സൈൻ എക്സ്. ഡി ബൈ ഡി സൈൻ എക്സിനെ സം വൈ എന്ന് വിളിക്കാം, ഡി ബൈ ഡി വൈ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എഴുതിയിരുന്നു ഡി ബൈ ഡി സൈൻ എക്സ്, കണ്ടില്ലേ സൈൻ എക്സ് ഇവിടെ വരുന്നത്. ഡി ബൈ ഡി സൈൻ എക്സ് എഫ് ആരാ, ഡി ബൈ ഡി ജി ഓഫ് മുകളിൽ ആര് വരും,
എന്തോ ഒരു കറക്ഷൻ ഉണ്ടല്ലോ. ഡി ബൈ ഡി ജി ഓഫ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് ഔട്ടർ ഫംഗ്ഷൻ. ഔട്ടർ ഫംഗ്ഷൻ ആരാണ് ഇവിടെ? എക്സ് സ്ക്വയർ അല്ലേ. ഡി ബൈ ഡി, ഒറ്റ സെക്കൻഡ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് നമുക്ക് കിട്ടേണ്ടത് 2 സൈൻ എക്സ് എന്നല്ലേ. എഫ് ആരാണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് മുകളിൽ വരുന്നത്. ഓക്കെ, ഇവിടെ എഫ് ഡി ബൈ ഡി ജി ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഇവിടെയാണ് ഇന്ത്യക്ക് മിസ്റ്റേക്ക് വന്നത്. ഡി ബൈ ഡി ജി, ജി ആരാണ്? സൈൻ എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ആരാണ്? സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ജി ബൈ ഡി എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി എക്സ്. ജി ആരാ? സൈൻ എക്സ്. സൈൻ എക്സിനെ നമ്മൾ സം വൈ എന്ന് വിളിച്ചാൽ ഡി ബൈ ഡി വൈ എന്ന് എഴുതാം. മുകളിലും എന്ത് ചെയ്യാം? ഡി വൈ സ്ക്വയർ ബൈ ഡി വൈ എന്ന് എഴുതാം. ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ എന്ത് വരും? 2y വരും. 2 സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. എക്സാമ്പിൾ ക്ലിയർ ആയിരിക്കുന്നു കരുതുന്നത്. നമ്മൾ എഫ് ഓഫ് ഡി ബൈ ഡി ജി ഓഫ് എഫ് ആണ്. എഫിന്റെ ഇവിടെ വേരിയബിൾ ആരാണ്? ജി ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു ഡി ജി ബൈ ഡി എക്സ്. ഡി ജി ബൈ ഡി എക്സ് ആരാണ്? ഡി ജി ബൈ ഡി എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ജി വരും. സൈൻ എക്സ്, സൈൻ എക്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയിൻ റൂള് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആരുടെ ചെയിൻ റൂൾ ആണ് ഞാനിപ്പോ പറഞ്ഞത്? ചെയിൻ റൂൾ ഫോർ സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻസ്. സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. എങ്ങനെയാണ് ചെയിൻ റൂൾ പറഞ്ഞത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് കാണാൻ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ജി ഓഫ് ജി ഓഫ് എക്സ് വരും. ആൻഡ് ഇയർ ഇവിടെ എന്ത് വരും? ഡി ബൈ ഡി ജി ഓഫ് എഫ്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ജി ഓഫ് എക്സ് ആൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ജിയും വരും. ഈ ഒരു രൂപത്തിൽ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് കാണാം. ഇനി വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ചെയിൻ റൂൾ എങ്ങനെയെന്നുള്ളതാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ചെയിൻ റൂൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തരണം. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആക്കി വരണം വേണം. ആർ ഓഫ് ടി എന്നുള്ളതാണ് നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കിയിട്ട് പറയാറ്. നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ പറയുന്നത് പോലെ ആർ ഓഫ് ടി എന്നുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കിയിട്ട് പറയാം. ഇവിടെ ആർ ഓഫ് ടി എന്നുള്ളത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ള രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ എടുത്ത വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ജസ്റ്റ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സാധാരണ യൂസ് ചെയ്യാറുള്ളത് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി എന്നുള്ള 3 കോമ്പോണൻസ് ആക്കിയിട്ട് എഴുതി. ആർ ഓഫ് ടിനെ ആ ഒരു രൂപത്തിൽ നമ്മൾ ഇതാണ്. ഇത് കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷൻസുമല്ല. ഇതിന് പകരം നമുക്ക് ആർ ഓഫ് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ യു ഓഫ് ടി തന്നെന്ന് കരുതാം. ആർ ഓഫ് യു ഓഫ് ടി തന്നാല് ആർ ഓഫ് യു ഓഫ് ടിന് എന്ത് വരും? എഫ് ഓഫ് ടി ആരായിട്ട് മാറും? എഫ് ഓഫ് യു ഓഫ് ടി ആയിട്ട് മാറും. ജി ഓഫ് ടി ജി ഓഫ് യു ഓഫ് ടി ആയിട്ട് മാറും. എച്ച് ഓഫ് ടി എച്ച് ഓഫ് യു ഓഫ് ടി ആയിട്ട് മാറും. അപ്പൊ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷന്റെ കോമ്പോസിറ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് വരിക എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ കോമ്പോണന്റും വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്, ഓരോ കോമ്പോണന്റും കോമ്പോസിറ്റ് ഓഫ് 2 സ്കാലാർ ഫംഗ്ഷൻസ് ആയിരിക്കും. കോമ്പോസിറ്റ് ഓഫ് 2 റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആയിരിക്കും. എഫ് ഓഫ് യു ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് നമുക്ക് ഇത് വെച്ചിട്ട് പറയാം. എഫ് ഓഫ് യു ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് യു ഓഫ് ടി ഇൻറ്റു യു ഡാഷ് ഓഫ് ടി കോമ ജി ഓഫ് യു ഓഫ് ടി. നമുക്ക് അടുത്തത് കാണേണ്ടത് ആർ ഡാഷ് ഓഫ് യു ഓഫ് ടി ആണ് കാണേണ്ടത്. അതായത് ഡി ആർ ബൈ ഡി ടി. എഫ് ഡാഷ് ഓഫ് യു ഓഫ് ടി ഇൻറ്റു യു ഡാഷ് ഓഫ് ടി വരും. ജി ഓഫ് യു ഓഫ് ടി എന്ത് വരും? ജി ഡാഷ് ഓഫ് യു ഓഫ് ടി ഇൻറ്റു യു ഡാഷ് ഓഫ് ടി വരും. അടുത്തത് എച്ച് ഡാഷ് ഓഫ് യു ഓഫ് ടി ഇൻറ്റു യു ഡാഷ് ഓഫ് ടി വരും. നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. അതിന്റെ ഫോർമുല നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു
ഓരോ കോമ്പോണന്റിലും യു ഡാഷ് ഓഫ് ടി മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് യു ഓഫ് ടി ജി ഡാഷ് ഓഫ് യു ഓഫ് ടി എച്ച് ഡാഷ് ഓഫ് യു ഓഫ് ടി ഇൻറ്റു യു ഡാഷ് ഓഫ് ടി. ഇവിടെ ആരാ? ആർ ഡാഷ് ഓഫ് യു ഓഫ് ടി. ഞാൻ യു ഓഫ് ടിനെ സം വേരിയബിൾ ആക്കിയിട്ട് വിളിച്ച. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അയാളെ ഞാൻ എസ് എന്ന് വിളിച്ചു. യു ഓഫ് ടി എന്നുള്ളത് എന്തും ആവാം, ടിയിലുള്ള എന്ത് ഫംഗ്ഷനും ആവാം. സൈൻ ടി ആവാം, ടി പവർ 4 ആവാം, ടി ക്യൂബ് ആവാം, എന്തോ ആയിക്കോട്ടെ. യു ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് ആണെങ്കിൽ നമുക്ക് വിച്ച് ഇംപ്ലൈസ് ഈ ആളെന്ത് വരും? ആർ ഡാഷ് ഓഫ് യു ഓഫ് ടി എന്നുള്ളത് ആർ ഡാഷ് ഓഫ് എസ് ആയിട്ട് മാറും. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എസ് ജി ഡാഷ് ഓഫ് എസ് എച്ച് ഡാഷ് ഓഫ് എസ് ഇൻറ്റു യു ഡാഷ് ഓഫ് ടി. യു ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? യു ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്ത് വരും? യു ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് യു ഡാഷ് ഓഫ് ടി. യു ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് യു. ഡി ബൈ ഡി ടി ഓഫ് യു ആരാ? ഡി ബൈ ഡി ടി ഓഫ് എസ്. യു ഡാഷ് ഓഫ് ടി. യു ഡാഷ് ഓഫ് ടിന് നമുക്ക് യു ഡാഷ് ഓഫ് ടി എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇയാൾ ആരാ? എഫ് ഡാഷ് ഓഫ് എസ് ജി ഡാഷ് ഓഫ് എസ് എച്ച് ഡാഷ് ഓഫ് എസ് ആർ ഓഫ് യു ഓഫ് ടി. യു ഓഫ് ടി ഈക്വൽ ടു എസ് കൊടുത്ത ഇവിടെ എന്ത് വരും? ആർ ഓഫ് എസ് എഫ് ഓഫ് എസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. ഇവിടൊക്കെ നമുക്ക് എസ് കൊടുക്കാം. യു ഓഫ് ടി എസ് കൊടുത്തു. അപ്പൊ ആർ ഡാഷ് ഓഫ് എസ് ആണ് എഫ് ഡാഷ് ഓഫ് എസ് ജി ഡാഷ് ഓഫ് എസ് എച്ച് ഡാഷ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇയാളെ നമുക്ക് ആർ ഡാഷ് ഓഫ് എസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡി ആർ ബൈ ഡി ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആർ ഡാഷ് ഓഫ് എസ് ഇൻറ്റു യു ഡാഷ് ഓഫ് ടി. യു ഡാഷ് ഓഫ് ടിനെ ഡി എസ് ബൈ ഡി ടി എന്നുള്ള രൂപത്തിൽ റീപ്ലേസ് ചെയ്യാം. ആർ ഡാഷ് ഓഫ് എസ് എന്ന് പറഞ്ഞാലോ ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. അപ്പൊ നമ്മൾ ഇടയത്തതൊക്കെ കണ്ട് വായിച്ചാൽ നമുക്ക് എന്ത് വരും? യു ഓഫ് ടി എസ് ആണ്, ആർ ഓഫ് ടി നമുക്ക് ഗിവൺ ആണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ വായിച്ചു. ആർ ഓഫ് ടി എന്നുള്ള ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നു. യു ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് എന്നുള്ള ഒരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നു. അങ്ങനെയാണെങ്കിൽ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ദിസ് ഈസ് അവർ ചെയിൻ റൂൾ ഫോർ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് where s is equal to u of t. ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. r of s is equal to cos 2s I cap plus sin 2s j cap plus e raised to 3s k cap. r of s ന് നമ്മൾ കോമ s is equal to t power 4, അതായത് t power 4 ആണ് നമ്മുടെ u of t. u of t ഇതെന്നല്ലേ s is equal to t power 4. ഈ ക്വസ്റ്റ്യന്റെ dr by dt കാണണം. dr by dt എന്ത് വരും? ഈക്വൽ ടു dr by dt is equal to dr by ds into ds by dt which is equal to dr by ds എന്ന് പറഞ്ഞാൽ r എന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എസിൽ ഡെറിവേറ്റീവ് ചെയ്യാം. ഇവിടെ എസിൽ ഫംഗ്ഷൻ തന്നിക്കണ്, അതിനെ ഡെറിവേറ്റീവ് ചെയ്താൽ ഓരോന്നും കോമ്പോണന്റ് ആക്കിയിട്ട് എഴുതിയാൽ കോമ്പോണന്റ് ഡെറിവേറ്റീവ് cos 2s ടു cos 2s കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് വരും, -2 sin 2s, sin 2s ടു cos 2s, e raised to s 3s 3 e raised to 3s. ഈ പാർട്ടാണ് ഇപ്പൊ ഞാൻ എഴുതിയത്. ഇനി എന്തുണ്ട്? ds by dt ഉണ്ട്. ds by dt എന്ത് വരിക? 4 into t ക്യൂബ് വരും. സാധാരണ വെക്ടർ ആക്കിയിട്ട് എഴുതുമ്പോൾ നമ്മൾ 3 കോമ്പോണന്റ് ഫോമിൽ എഴുതും, അല്ലെങ്കിൽ വെക്ടർ ഫോമിൽ എഴുതും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊടുക്കണം. പിന്നെ അവസാനം കിട്ടുന്നത് എന്താണ്? ടിയിലാണ്. അപ്പൊ എസിനൊക്കെ എന്തും ചെയ്യുക? ടി എന്നുള്ള വേരിയബിൾ വെച്ചിട്ട് റീപ്ലേസും ചെയ്യുക. അപ്പൊ എന്ത് വരും? ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ -8 t ക്യൂബ് സൈൻ 2 എസ് ആരാ? ടി പവർ 4, 2ഉം 4ഉം 8 ടി ക്യൂബ് കോസ് 2 ടി പവർ 4, 3ഉം 4ഉം 12 ടി ക്യൂബ് e raised to 3 ടി പവർ 4.
ഇതിന് കോമ്പണന്റ് ഫോമില് വെക്ടർ ഫോമിലേക്ക് ആകുമ്പോൾ ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് ഈ ടേം ഇൻറ്റു കെ ക്യാപ് വരും. അപ്പൊ ഇതാണ് നമ്മൾ ചെയിൻ റൂൾ ഫോർ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കാണാനുള്ള ഫോർമുല. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ചെയിൻ റൂൾ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻഷിയേഷന്റെ പ്രോപ്പർട്ടീസും ഇന്റഗ്രേഷന്റെ ഒരു കുറച്ച് പ്രോപ്പർട്ടീസും ആണ് നമുക്ക് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.